നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മലപ്പുറം തിരുനാവായയിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവം ഇന്ന് സമാപിക്കും. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് കേരളത്തിലെ കുംഭമേള എന്ന നിലയിൽ 15 ദിവസത്തെ ആത്മീയ സാംസ്കാരിക ഉത്സവത്തിൽ പങ്കെടുത്തത്. അമൃതസ്നാനത്തോടെയാണ് മഹാമാഘ മഹോത്സവത്തിന് സമാപനമാകുക. അമൃതസ്നാനം രാവിലെ 8 മണിക്ക് ആരതി ഘാട്ടിൽ നടക്കും. മഹാമാഘ മഹോത്സവത്തിലെ ഏറ്റവും വിശുദ്ധമായ ആചാരങ്ങളിലൊന്നായ അമൃതസ്ഥാനത്തിൽ നാഗസന്യാസി വര്യന്മാർ ഉൾപ്പെടെയുള്ളവരും ആയിരക്കണക്കിന് ഭക്തജനങ്ങളും പങ്കുചേരും. അമൃത സ്നാനത്തിന് ശേഷം യതിപൂജയും ഭണ്ഡാര എന്ന വിശേഷ ആചാരവും നടക്കും. സന്യാസി വര്യന്മാർക്ക് സമൃദ്ധമായ അന്നദാനം നടത്തുന്നതാണ് ഈ ചടങ്ങ്. 15 ദിവസത്തെ മഹാമാഘ മഹോത്സവം കഴിഞ്ഞ മാസം 19-ന് ഗവർണറാണ് ഉദ്ഘാടനം ചെയ്തത്. ഹിന്ദു പുരാണ പരമ്പരകൾ അനുസരിച്ച് അമൃത സ്നാനം ആത്മശുദ്ധിയെയും അമരത്വ സാധനയെയും സൂചിപ്പിക്കുന്നു. ഈ ദിവ്യയോഗത്തിൽ നടക്കുന്ന പുണ്യസ്നാനം പാപമുക്തി നൽകുകയും ജന്മമരണ ചക്രത്തിൽ നിന്നുള്ള മോചനത്തിന് വഴിയൊരുക്കുകയും ആത്മീയ ഉണർവിലേക്കുള്ള യാത്ര സഫലമാക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. അമൃത സ്നാനത്തിന് ശേഷം യതിപൂജ നടക്കും. സനാതന ധർമ്മത്തിന്റെ നിലനിൽപ്പിനായി സർവ്വതും ഉപേക്ഷിച്ച് ജീവിതം സമർപ്പിച്ച സന്യാസിമാരെയാണ് യതി എന്ന് വിളിക്കുന്നത്. യതി ആചാര്യന്മാരെ പൂജിക്കുന്നതിലൂടെ ഗുരുത്വബോധവും ജീവിതത്തിൽ സന്മാർഗതിയും ലഭിക്കുമെന്നും ജ്ഞാനികളായ സന്യാസിമാരുടെ പാദപൂജയും അന്നദാനവും പുണ്യം നൽകുമെന്നാണ് വിശ്വാസം. മാഘമകം, അമൃതസ്നാനം, യതിപൂജ, ഭണ്ഡാര, വൈകിട്ട് നടക്കുന്ന നിള ആരതി എന്നീ ചടങ്ങുകളോടെ മഹാമാഘ മഹോത്സവം സമാപിക്കുമ്പോൾ തിരുനാവായയിലെ ഭാരതപ്പുഴ തീരം ആത്മീയ ഉണർവിന്റെയും സാമൂഹിക ധാർമ്മിക ബോധത്തിന്റെയും സാക്ഷിയായി മാറുമെന്ന് സഭാപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി അറിയിച്ചു. ഇന്നലെ രാവിലെ പ്രഥമ തിഥിയിലും ആയില്യം നക്ഷത്രത്തിലും ശബരിമല മുൻ മേൽശാന്തി അരീക്കര സുധീർ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. വൈകിട്ട് 7 മണി മുതൽ കളപ്പുറത്ത് നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലായിരുന്നു സർപ്പബലി. തുടർന്ന് നടന്ന നിള ആരതിക്ക് നിരവധി ഭക്തർ പങ്കെടുത്തു. 2028-ൽ നിളാതീരത്ത് നടക്കുന്ന മഹാകുംഭമേളയിൽ 13 അഖാഡകളും ശങ്കരാചാര്യന്മാരും പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. കുംഭമേളയ്ക്ക് ആശംസകളുമായി കോൺഗ്രസ് MP ശശി തരൂർ. മനോഹരമായ സാംസ്കാരിക നവോത്ഥാനമാണ് തിരുനാവായയിലെ നിളാതീരത്തെ കുംഭമേളയിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂതിരിമാരുടെ ആയോധന ചരിത്രം മുതൽ ഇന്നത്തെ കേരള കുംഭമേളയുടെ ആത്മീയ അനുരണനം വരെ ഉത്സവം മനോഹരമായ ഒരു സാംസ്കാരിക നവോത്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നു. ഭാരതപ്പുഴയിൽ ഒത്തുകൂടിയ സംഘാടകർക്കും ഭക്തർക്കും തന്റെ ആശംസകൾ. ഈ ഉത്സവം നമ്മുടെ ചരിത്രപരമായ ഭൂതകാലത്തിനും യോജിപ്പുള്ള ഭാവിക്കും ഇടയിലുള്ള ഒരു പാലമായി വർത്തിക്കട്ടെ എന്നും ശശി തരൂർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. ആദ്യമായാണ് ഒരു കോൺഗ്രസ് നേതാവ് കുംഭമേളയ്ക്ക് ആശംസ അർപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഹൈന്ദവർ അണമുറിയാതെ ഇവിടെ എത്തിയിട്ടും ഇതുവരെ ഇടത് വലത് നേതാക്കൾ കുംഭമേളയിലേക്ക് എത്തുകയോ ആശംസകൾ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. ഇക്കാര്യം നേരത്തെ തന്നെ BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ചൂണ്ടിക്കാട്ടിയിരുന്നു. 3 വർഷം ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഞാൻ. ആ സമയത്ത് കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കൾ ചെയർമാനായ എന്നെ തള്ളി പുറത്താക്കി ചാനലുകൾക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരാരും എന്തേ ഈ ആത്മീയ കേന്ദ്രത്തിലെ വലിയ ജനാവലിയുടെ പ്രാർത്ഥന കാണാൻ വരാത്തത്? സോഷ്യൽ മീഡിയയിലെ കുട്ടികൾ പറയുന്നത് പോലെ ഇവരുടേത് മതേതര പ്രവൃത്തിയാണ്. കോൺഗ്രസിന്റെയും CPM-ന്റെയും അപജയമാണിത് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുനാവായിലെ മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു AP അബ്ദുള്ളക്കുട്ടി. മഹാമാഘ മഹോത്സവത്തോടനുബന്ധിച്ച് മുടങ്ങിപ്പോയ മനോഹരമായ മാതൃഭവന വരവ് എന്ന ഒരു ആചാരം കൂടി പുനർജനിച്ചതിന് തിരുനാവായ സാക്ഷിയായി. തായ് വീട്ടു സീർ എന്ന പേരിൽ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന ആചാരത്തെ ഓർമ്മിപ്പിക്കുന്ന ചടങ്ങാണ് മഹാമാഘ മഹോത്സവത്തിൽ നടന്ന മാതൃഭവന വരവ്. നിളയുടെ ഉദ്ഭവസ്ഥാനമായ തമിഴ്നാട്ടിലെ തിരുമൂർത്തി മലയിൽ നിന്ന് 20ഓളം പേരടങ്ങിയ സംഘമാണ് തിരുനാവായയിൽ എത്തിയത്. നിളയെ മകളായി സങ്കല്പിച്ച് തിരുമൂർത്തി മലയിൽ നിന്നെത്തിയ സംഘത്തെ മഹാമാഘ സഭാപതി സ്വാമി ആനന്ദവനം ഭാരതിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. കുംഭമേളയിൽ സോപാന സംഗീതം അവതരിപ്പിച്ച പ്രശസ്ത ഇടയ്ക്ക കലാകാരി ആശാ സുരേഷ് കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്ന ഈ മഹാമഹോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു പൂർവ്വജന്മ സുഹൃതമായി കരുതുന്നുവെന്ന് പറഞ്ഞു. നിളയുടെ തീരത്തെ ഭക്തി നിർഭരമായ അന്തരീക്ഷം കണ്ണു നിറഞ്ഞു പോയെന്നും വാരണാസിയിലെ ഗംഗാ ആരതി TV-യിൽ മാത്രം കണ്ടിട്ടുള്ള തനിക്ക് നിള ആരതി നേരിട്ട് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നിയെന്നും പറഞ്ഞു. നിള ആരതിക്ക് തൊട്ടുമുമ്പ് സോപാന സംഗീതം അവതരിപ്പിക്കാൻ അവർക്ക് അവസരം ലഭിച്ചു. കുംഭമേളയുടെ ചെയർമാനായ മുൻ ശബരിമല മേൽശാന്തി സുധീർ തിരുമേനിയാണ് ഇവരെ ഇതിനായി ക്ഷണിച്ചത്. കുംഭമേളയിൽ പങ്കെടുത്തതിന്റെ സന്തോഷം പങ്കുവെച്ച് ദേവനന്ദ. പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയ്ക്ക് പോകാൻ തനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അത് സാധിച്ചിരുന്നില്ല എന്നും ആ ആഗ്രഹം ഇപ്പോൾ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഈ മേളയിൽ പങ്കെടുത്തതിലൂടെ സഫലമായെന്നും ദേവനന്ദ പറയുന്നു. തിരക്കും എക്സൈറ്റ്മെന്റും മേള തുടങ്ങിയ ആദ്യ ദിവസം തന്നെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും തനിക്ക്
തിരക്ക് കാരണം സാധിച്ചില്ല എന്നും ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത് ഭഗവാന്റെ അനുഗ്രഹമായി കാണുന്നുവെന്നും നിളാരതി ടിവിയിലും റീലുകളിലും മാത്രം കണ്ടിട്ടുള്ളത് നേരിട്ട് കാണാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് താനെന്നും അവർ പറഞ്ഞിരുന്നു. നാട്ടുകാരുടെ സ്നേഹം ചുറ്റുമുള്ളവർ തന്നെ തിരിച്ചറിയുന്നതും അവരും തന്നെ പോലെ തന്നെ ആവേശത്തിലാണെന്നും ദേവനന്ദ കൂട്ടിച്ചേർത്തു. സ്വന്തം നാട്ടിൽ ഇത്രയും വലിയൊരു പുണ്യചടങ്ങ് നടക്കുന്നതിൽ വലിയ അഭിമാനമുണ്ടെന്നും ദേവനന്ദ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.